ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ വീട്ടിലെത്തി ജയറാമിനെ 1 മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്നാണ് വിവരം. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി തവണ വീട്ടിലെത്തി എന്ന് ജയറാം മൊഴി നൽകിയെന്നാണ് സൂചന. അതേസമയം വിവാദങ്ങൾ ഉയർന്ന സമയത്ത് ജയറാമിന്റെ പ്രതികരണങ്ങൾ എന്തായിരുന്നു എന്ന് കേൾക്കാം. നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ. പ്രത്യേകിച്ച് ഒരു 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനായിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഒരാൾ ഫോണിൽ വിളിച്ച് അയ്യപ്പസ്വാമിയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു കട്ടില ഒരു സംഗതി അത് ഒന്ന് പൂജിക്കാനായിട്ട് താങ്കൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അയ്യപ്പ ഭക്തന് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ. ഞാനെല്ലായിരിക്കും എൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഓടിപ്പോകുന്നത്. അയ്യപ്പൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു എന്തായാലും അതിലേക്കൊന്ന് തൊഴുത് ഒരു കർപ്പൂരം കാണിക്കാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുക. പക്ഷെ അത് പിൽക്കാലത്ത് 4-5 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഇതിലേക്ക് നീങ്ങും, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയില്ലല്ലോ സാർ. എന്തായാലും കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ജാമ്യാപേക്ഷയുമായി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ. ഷഫീദ്, ആദ്യം ജയറാമിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ജയറാം എന്താണ് ഈ ദ്വാരപാലക പാളികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയതും അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ്. ജയറാം അക്കാര്യം അതൊക്കെ അന്ന് സ്ഥിരീകരിച്ചതാണ്. അത് പോറ്റിയുമായുള്ള ഏതു തരത്തിലുള്ള ബന്ധം ആണത് വെളിവാക്കുന്നത്? ഈ പറയുന്ന പ്രതിചേർക്കൽ എന്നില്ലെങ്കിൽ കൂടിയും ഒരുപക്ഷെ സാക്ഷിയാക്കാനൊക്കെയുള്ള ചാൻസുകൾ എത്രത്തോളമാണ് ഷഫീദ്? കശ്മീർ ജയറാമിനെ സാക്ഷിയാക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചതുപോലെ തന്നെ SIT അന്വേഷണം ഏതാണ്ട് ദിശ തെറ്റിയ അവസ്ഥയിലാണ്. അതായത് എങ്ങോട്ടേക്ക് പോകണം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ തുടരന്വേഷണം എന്നുള്ള കാര്യത്തിൽ SITക്ക് ഇപ്പോഴും വ്യക്തതയില്ല. കാരണം VSCയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട വന്ന SITക്ക് ലഭിച്ച റിപ്പോർട്ടുകളിൽ അവ്യക്തതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉന്നതരുടെ ഒരു പട്ടിക തയ്യാറാക്കിയത്. ഇതിന്റെ ഭാഗമായി തന്നെയായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ഉൾപ്പെടെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള SITയുടെ നീക്കം. ഏതായാലും ആ പട്ടികയിൽ ജയറാമും ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ പരിശോധനയിലെ CDR വിവരങ്ങളിൽ നിന്ന് ജയറാമുമായി അദ്ദേഹം ബന്ധപ്പെട്ടതിനടക്കം വിവരങ്ങൾ SITക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ചെന്നൈയിലെ വീട്ടിൽ ജയറാമിനെ 1 മണിക്കൂറോളം SIT ചോദ്യം ചെയ്തത്. അക്കാര്യത്തിൽ പ്രധാനമായും ചോദിച്ചറിഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏത് തരത്തിലായിരുന്നു അടുപ്പം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിൽ ജയറാം SITക്ക് നൽകിയിരിക്കുന്ന മറുപടി മുൻപ് ദേവസ്വം വിജിലൻസ് അടക്കം രേഖപ്പെടുത്തിയ മൊഴിയിലെ വിവരങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതല്ലെങ്കിൽ അക്കാര്യങ്ങളെ കുറിച്ച് തനിക്കറിയില്ല. പകരം ശബരിമലയിലെ ഒരു ഭക്തൻ എന്ന നിലയിൽ ശബരിമലയിൽ നിന്ന് ഒരാൾ എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്നത്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില ഇടപാടുകൾ അദ്ദേഹവുമായി നടത്തിയത്. ആ ഇടപാടുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അനധികൃതമല്ല, മറിച്ച് ശബരിമലയിൽ പൂജിച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന നിലയിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻസ്, അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസ് വിളിച്ചപ്പോൾ കട്ടിളപ്പാളിയുടെ പൂജയിൽ പങ്കെടുത്തത്. മാത്രവുമല്ല ദ്വാരപാലക പീഠങ്ങളിലെ പാളികൾ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചു. അതിനുശേഷം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ, അതായത് ഈ കട്ടിളപ്പാളിയുടെ ഘോഷയാത്ര തുടങ്ങുന്ന കോട്ടയത്തെ ഇളമ്പള്ളി ക്ഷേത്രത്തിൽ പങ്കെടുത്തിരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതടക്കം ശബരിമലയിലെ ഭക്തൻ എന്ന രീതിയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനെ കുറിച്ചോ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചോ തനിക്ക് ഏതെങ്കിലും വിധത്തിൽ അറിവില്ല, തട്ടിപ്പ് നടന്നു എന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജയറാമ ഇതുമായി ബന്ധപ്പെട്ട SITക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ട് വിവരമായി. അതിന്റെ അടിസ്ഥാനത്തിൽ SIT അദ്ദേഹത്തെ സാക്ഷിയാക്കാനുള്ള നീക്കം നടക്കുകയാണ്. അതിനിടെയാണ് ഈ സ്വർണ്ണക്കൊള്ളയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ സ്വാഭാവിക ജാമ്യത്തിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് സമീപിക്കുന്നത്. ഇന്നലെ സുധീഷ് കുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായിരുന്നു. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും സുധീഷ് കുമാർ പ്രതിയാണ്. 2 കേസുകളിലും ഒരേ ദിവസമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വാഭാവികമാണ്, നമുക്കറിയാം കുറ്റപത്രം കോടതിക്ക് മുൻപിലില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുണ്ട്. അദ്ദേഹവും ജയിലിന് പുറത്തേക്കിറങ്ങും. മുൻപ് മുരാരി ബാബു ജയിലിന് പുറത്തേക്കിറങ്ങുന്നത് നമ്മൾ കണ്ടതുമാണ്. ഏതായാലും SIT ഈ വിധത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.